ഗൈസ് ഇന്നോട്ടുള്ള സിനിമ അപ്ഡേറ്റ്സ് ഒക്കെ ഇവിടെ നോക്കാം. ആദ്യമായിട്ട് ഈ വർഷം വലിയ ഹൈപ്പിൽ റിലീസാകാൻ പോണ ക്രിസ്റ്റോഫർ നോലൻ സാറിന്റെ സിനിമയാണ് ഒഡിസേ. ഇതിന്റെ ട്രെയിലർ റിലീസായതിനു ശേഷം ഈ സിനിമയെ പറ്റി നിറയെ നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ക്രിസ്റ്റോഫർ നോലൻ സാറിന്റെ സിനിമയായിട്ട് ഈ സിനിമയ്ക്ക് ഇപ്പോഴും നല്ല ഹൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ റൺ ടൈം റിവീൽ ചെയ്തിരിക്കുക 2 മണിക്കൂർ 58 മിനിറ്റ് ആണ് ഇതിന്റെ റൺ ടൈം. മൊത്തത്തിൽ ഒരു 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. അടുത്തതായിട്ട് സലാർ 2ന്റെ അപ്ഡേറ്റാ. ഇപ്പൊ പ്രശാന്ത് നീലി ജൂനിയർ NTR വെച്ച് ഡ്രാഗൺ എന്നൊരു സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ ക്ലിംസ് കൂടെ 2 ദിവസം മുമ്പ് റിലീസ് ചെയ്ത്. ഈ ഡ്രാഗൺ എടുത്ത് കഴിഞ്ഞ ശേഷം പ്രശാന്ത് നീൽ അടുത്ത് എടുക്കാൻ പോണത് സലാർ 2 ആണെന്ന് അങ്ങേരെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു 2028 നമുക്ക് സലാർ 2 എക്സ്പെക്ട് ചെയ്യാം. ബെറ്റിമാരന്റെ അരസൻ സിനിമയെ പറ്റി ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ കറന്റ്ലി STRന്റെയും പ്രിയങ്ക മോഹന്റെയും കോംബോ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഷൂട്ടിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞ് ഇത് എന്തായാലും ദീപാവലിക്ക് റിലീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ദുരന്തർ 2 ഇത് OTTയിൽ റിലീസ് ആയതിനു ശേഷവും ഇപ്പോഴും തിയേറ്ററുകളിൽ റൺ ആയിക്കൊണ്ടേയിരിക്കുക. ഈ സൗത്ത് സൈഡിൽ 300 കോടിക്ക് മുകളിൽ അടിച്ച ഒരു നോൺ സൗത്ത് ഇന്ത്യൻ മൂവി ആയിട്ട് ദുരന്തർ 2 ഇപ്പൊ മാറിയിരിക്കുക. ഇപ്പൊ തിയേറ്ററുകളിൽ നിറഞ്ഞിരിക്കുന്ന ദൃശ്യം 3 ബോക്സ് ഓഫീസ് തൂക്കിക്കൊണ്ടേയിരിക്കുക. ഇത് ഓപ്പണിംഗ് ഡേയിൽ വേൾഡ് വൈഡ് ആയിട്ട് 43 കോടിക്ക് മുകളിൽ കളക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിൽ മാത്രം 11 കോടിക്ക് മുകളിലാണ് കളക്ഷൻ. പിന്നെ ഇതുവരെയും വന്ന മലയാള സിനിമകളിൽ ഓപ്പണിംഗ് ഡേയിൽ ബുക്ക് മൈ ഷോയിൽ അധികം ടിക്കറ്റ് വിറ്റുപോയ സിനിമയായിട്ട് ദൃശ്യം 3 മാറിയിരിക്കുക. മൊത്തം 587K ടിക്കറ്റാണ് ഫസ്റ്റ് ഡേയിൽ സോൾഡ് ആയത്. അതും കൂടാതെ ഓപ്പണിംഗ് ഡേയിൽ 2 കോടിക്ക് മുകളിൽ തെലുങ്ക് ഡബ്ഡ് വേർഷനിൽ കളക്ഷൻ അടിച്ച ആദ്യത്തെ മലയാള സിനിമയായിട്ട് ദൃശ്യം 3 മാറിയിരിക്കുക. ഈ മധുവിധ സിനിമ ഇന്ന് സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഒരു ഫൺ റൊമാൻറ്റിക് സിനിമ കാണണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് സോണി ലിവ് ആപ്പിലുണ്ട്. ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ പലരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു OTT അപ്ഡേറ്റാ. ഈ മലയാളത്തിലെ ബിഗ് എമ്മായിട്ടുള്ള മോഹൻലാൽ മമ്മൂട്ടിയും ചേർന്ന് അഭിനയിച്ച പാട്രോയിഡ് സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് ജൂൺ 5 C5 ആപ്പിൽ സ്ട്രീം ചെയ്യും. കാണാത്തവർക്ക് അന്ന് കാണാം. ഇന്നത്തേക്ക് ഇത്ര അപ്ഡേറ്റ് ഉള്ളൂ. ഇതേപോലെ ഡെയിലി വന്ന സിനിമ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നു. ബൈ ഗൈസ്.